നമ്മുടെ തിരുവനന്തപുരം മേയർ വി രാജേഷ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് സമീപകാലത്ത് രാജ്യത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവെങ്കിൽ, ഒരു പ്രാദേശിക നേതാവെങ്കിൽ, ഇപ്പോൾ ഏതാണ്ട് അതേ സ്റ്റാറ്റസിലേക്ക് മാറിയിരിക്കുകയാണ് രാജേഷ്. ഞാൻ വെറുതെ അല്ല പറയുന്നത് എന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും, ഹിന്ദി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ നോക്കാറുണ്ട്. പ്രധാനപ്പെട്ട രാജ്യത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് നോക്കാറുണ്ട്. പി ഗുരുസ് നോക്കാറുണ്ട്, ജയ്പൂർ ഡയലോഗ് നോക്കാറുണ്ട്, ഡഫ് ടാക്സ് നോക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഏതാണ്ട് വളരെ പ്രൊഫഷണലായിട്ട് ദേശീയ രാഷ്ട്രീയം അനലൈസ് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളും, ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ, പ്രിന്റ് ആവട്ടെ, വിഷ്വൽ മീഡിയ ആവട്ടെ, അതിലൊക്കെ രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മേയർ, ചിലതിലൊക്കെ കേരള മേയർ എന്നാണ് പറയുന്നത്, കേരളത്തിന്റെ മേയർ എന്നാണ് പറയുന്നത്, രാജേഷിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാജേഷ് ബി ജെ പിയെ സംബന്ധിച്ച്, കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്ത് ഒരു ഒന്നാം തര നേതാവൊന്നും ആയിരുന്നില്ല. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഇരുന്ന രാജേഷ് ഒരു നാഷണൽ ഫിഗറായി മാറിയിരിക്കുന്നു. സത്യത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കോർപ്പറേഷന്റെ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 തവണ ട്വീറ്റ് ചെയ്യുക വഴി തിരുവനന്തപുരത്തെ വിജയത്തെ ബി ജെ പി ദേശീയ നേതൃത്വവും അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ എത്ര ഗൗരവത്തിൽ കാണുന്നു എന്ന് നമുക്ക് വ്യക്തമായതാണ്. രാജേഷ് അധികാരത്തിൽ വന്നതിന് ശേഷം കോർപ്പറേഷൻ അതുവരെ പരിഹരിക്കപ്പെടാതിരുന്ന പ്രശ്നങ്ങൾ, അതായത് തെരുവു നായകളുടെ പ്രശ്നം, മേയറായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജേഷ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. എന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആദ്യത്തെ പരിഗണന പട്ടിയെ പിടിക്കലാണ്. വർഷങ്ങളായി, 4-5 വർഷമായി ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നം, ജനങ്ങളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം തിരുവനന്തപുരത്തെ നായശല്യമായിരുന്നു. അതിനാണ് പ്രിയോറിറ്റി എന്നാണ് രാജേഷ് അന്ന് പറഞ്ഞത്. അത് ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അങ്ങനെ സുഗമമായി ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് വലിയ നാടകങ്ങൾ CPM ആരംഭിച്ചത്. CPMനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം എന്ന് പറഞ്ഞാൽ AKG സെന്ററിന് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കറവപ്പശു CPMന് സഹകരണ ബാങ്കുകളാണെങ്കിൽ, അത് കഴിഞ്ഞാൽ ഇതുപോലത്തെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എത്രയോ കാലമായി ബംഗാളിൽ മമത ഇരുന്നതുപോലെ, അതിനു മുമ്പ് CPM ഭരിച്ചതുപോലെയൊക്കെ കോർപ്പറേഷൻ ഭരണം അങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു CPM. ചാലക്കമ്പോളം എന്ന് പറഞ്ഞാൽ CPMന്റെ ഒരു ഗുണ്ടാ പിരിവിന്റെ കേന്ദ്രമായിരുന്നു. അനധികൃതമായി കോർപ്പറേഷൻ കെട്ടിടങ്ങൾ കൈവശം വെച്ച് അത് പല മുറികളായി തിരിച്ച് വാടകയ്ക്ക് കൊടുത്ത് പാർട്ടി പണമുണ്ടാക്കുന്നു. ഒരു ലൈറ്റും കത്തിച്ച് അതിന് താഴെ ഇരിക്കുന്ന പാവപ്പെട്ട മീൻ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ദിവസം 500 രൂപ വീതം ഗുണ്ടാ പിരിവ് വാങ്ങുന്നു, ഹഫ്ത വാങ്ങുന്നു. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയം അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ചേർന്ന് വലിയ ക്രമക്കേട്. കല്യാണ മണ്ഡപങ്ങൾ പാർട്ടിക്കാർ കൈവശം വെച്ചിട്ട് കരാറ് കഴിഞ്ഞിട്ടും പാർട്ടിക്കാർ വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കൽ. അങ്ങനെ സമസ്ത മേഖലകളിലും കൊള്ള നടത്തിക്കൊണ്ടിരുന്നൊരു ഭരണത്തിന്, CPMന്റെ ഗുണ്ടാ പിരിവിന്, ധനാഗമ മാർഗത്തിന് രാജേഷ് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രാജേഷിനെ അട്ടിമറിക്കാനുള്ള നീക്കം തുടങ്ങിയത്. അതിന് ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ വേണ്ടി സുഗതൻ എന്ന് പറയുന്ന പ്രാദേശിക BJP നേതാവ്, വർഷങ്ങളായി BJPയുടെ മുഖമായി ആ പ്രദേശത്ത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി ജീവിക്കുന്ന സുഗതനെ കള്ളക്കേസുകൾ ചുമത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വന്ന് അലമ്പുണ്ടാക്കിയ ഒരുത്തനെ പിടിച്ച് മാറ്റി ആളുകളുടെ ആവശ്യപ്രകാരം എന്നതിന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി ഉണ്ടാക്കി, കാപ്പ ചുമത്തി വെടിവെച്ച് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടുപോയി. അതിനുവേണ്ടി ഒരു ഗുണ്ടാ ഇൻസ്പെക്ടറെയും സംഘടിപ്പിച്ചു. പ്രശാന്ത് എന്ന് പറയുന്ന CPMന്റെ നേതാവ്, ശിവൻകുട്ടി, ഇവരുടെ ഒരു മാഫിയ വാഴ്ച നടന്നിരുന്ന സ്ഥലത്ത് അവർക്ക് വെല്ലുവിളി ഉയർത്തി എന്നതാണ് സുഗതൻ ചെയ്ത കുറ്റം. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന് നേരെയും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കേസുകളുടെ പേരിൽ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് കോർപ്പറേഷനിലെ ഭൂരിപക്ഷം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും പോരാതെ CPMന് പൊള്ളിയത്, ഈ പറഞ്ഞതുപോലെ CPMന്റെ പ്രധാന ധനാഗമ മാർഗങ്ങൾ അടയുന്നു. ഒരുപാട് ഗുണ്ടകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതായി വന്നപ്പോൾ എങ്ങനെയും മറിച്ചിടാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തിട്ട് എന്ത് പറ്റി? അങ്ങനെ ചെയ്ത കാര്യങ്ങൾ സത്യത്തിൽ അമ്പെ പാളിപ്പോയി. കാരണം CPMും UDFും, LDFും UDFും കൂടെ ചേർന്നാൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കാൻ കഴിയില്ല.
വേണമെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് രണ്ടു പേരൂടെ ചേർന്ന് ഇന്ത്യ മുന്നണിയാക്കിയാൽ മാത്രമേ ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് പോലും കൊടുക്കാൻ പറ്റൂ. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ജനവിരുദ്ധമായ കാര്യങ്ങളും ചെയ്ത് ഈ ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ആളുകൾ വലിയ തോതിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കണ്ടു. CPM വല്ലാതെ നാറിപ്പോയി. മേയർ രാജേഷ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. രാജേഷ് പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്ത് മേയർ ആയതിനു ശേഷം എല്ലാ യൂണിയനുകളിലും പെട്ട ആളുകളുടെ ഒരു യോഗം വിളിച്ചു. യോഗം വിളിച്ചപ്പോൾ കോൺഗ്രസ് സംഘടനയുടെ ആൾ എണീറ്റ് നിന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ രാഷ്ട്രീയം നോക്കിയാണ് സ്ഥലം മാറ്റം. എനിക്ക് തൊട്ടടുത്ത് 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചെല്ലാവുന്ന കോർപ്പറേഷന്റെ ഓഫീസുണ്ട്. അവിടേക്ക് എന്നെ വിടാതെ എന്നെ 60 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, എൻ്റെ ദിവസത്തിൻ്റെ നല്ല സമയവും യാത്രയിൽ പോവുകയാണ്. അതേസമയം എൻ്റെ വീടിന് 5 കിലോമീറ്റർ അപ്പുറത്ത് എനിക്കൊരു സീറ്റ് കിട്ടിയാൽ, എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയാൽ എനിക്ക് അവിടെ ഇരുന്ന് കാര്യക്ഷമമായി ജോലി ചെയ്യാമായിരുന്നു. ആ അവസ്ഥയില്ല. രാഷ്ട്രീയം നോക്കി ആളുകളെ സ്ഥലം മാറ്റുക, ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 സംഭവങ്ങളോട് രാജേഷ് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്ന്, കോൺഗ്രസിന്റെ ആളുകൾ വന്നിട്ട് രാജേഷിനോട് മേയറിനോട് പറഞ്ഞു, അല്ല ഞങ്ങൾ പുറത്ത് കോൺഗ്രസ് യൂണിയന്റെ ഒരു കൊടിമരം സ്ഥാപിക്കാൻ പോവുകയാണ്. അത് ഇത്ര കാലം ഇല്ലാതിരുന്നത് എന്താ? അത് ഞങ്ങൾ കൊടിമരം വെച്ച CPMകാർ വന്നിട്ട് CPM യൂണിയൻകാർ വന്ന് അത് പറിച്ചു കളയും. രാജേഷ് പറഞ്ഞു, നിങ്ങൾ വെക്ക്, നിങ്ങളുടെ രാഷ്ട്രീയം വിലക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾക്കത് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലം വെക്കാതിരുന്നു എന്നോർത്താണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്ന് മേയർ പറയുന്നു. കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് അതൊരു വല്ലാത്ത മറുപടിയായിരുന്നു. ഇങ്ങനെ ഉണ്ടോ ഒരു മേയർ? ബംഗാളിൽ അങ്ങനെയല്ലേ? സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർക്ക് CPMകാർക്ക് അവരുടെ പാർട്ടി ഓഫീസ് തുറക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ജാഥ നടത്താം, സമ്മേളനം നടത്താം. ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യം. പക്ഷെ BJP അവർ ഫാസിസ്റ്റുകൾ എന്ന് പറയും. ഇനി അതുമാത്രമല്ല, രാജേഷിനോട് കഴിഞ്ഞ ദിവസം വീണ്ടും കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, മേയർ, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോവാ, ഞങ്ങൾക്ക് അനുവാദം വേണം. എന്താണ്? അല്ല, UDF സർക്കാർ അധികാരത്തിൽ വന്നല്ലോ, സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് അനുകൂല സംഘടനക്കാർ ഒരു പ്രകടനം നടത്താൻ പോവാണ്, അനുവാദം വേണം. രാജേഷ് ചോദിച്ചു, അതിനിപ്പോൾ എന്താ, നിങ്ങൾ നടത്ത്. അല്ല, മുൻകാലങ്ങളിൽ സമ്മതിക്കില്ലായിരുന്നു. മുൻകാലങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനാ പ്രവർത്തകർക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഒരു പ്രകടനം പോലും നടത്താൻ പറ്റില്ലായിരുന്നു. BJPയുടെ മേയർ വന്നപ്പോൾ അതിന് അനുവാദം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു, ഭീമാപ്പള്ളിക്കടുത്താണെന്ന് തോന്നുന്നു. അവിടെ മേയർ എത്തുന്നു, അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണ്? ഹോട്ടലുകളിലും മറ്റും നിന്നുള്ള അഴുക്ക് ജലം നേരിട്ട് ചാലുകൾ കയറി കടലിലേക്ക് കൊടുക്കുകയാണ്. ആ കടപ്പുറം മുഴുവൻ അഴുക്കായിരിക്കുന്നു. അവിടെ ആ വെള്ളത്തിൽ ചവിട്ടി വേണം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ. അവർക്ക് വലിയ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. മേയർ പറയുന്നു, പരിഹാരം ഉണ്ടാക്കും. ജമായത്തിന്റെ ഭാരവാഹികളെ കാണുന്നു, എനിക്ക് ജമായത്തിന്റെ ഭാരവാഹികളെയും കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണമെന്ന് മേയർ പറയുന്നു. നോക്കൂ, BJPയുടെ മേയർ RSSകാരൻ ജമായത്തിന്റെ അഭിപ്രായവും എനിക്ക് കേൾക്കണമെന്ന് പറയുന്നു. ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. മറ്റൊരു ഹൃദയസ്പർശിയായ വീഡിയോ ഞാൻ കണ്ടു. കോർപ്പറേഷൻ പരിധിക്ക് പുറത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് കോർപ്പറേഷനിലേക്ക് വരുന്നു. ഇവിടെ എല്ലാവർക്കും ബാഗും പുസ്തകങ്ങളും കുടയും ഒക്കെ കൊടുക്കുന്നു എന്നറിഞ്ഞു. എൻ്റെ മോൾക്കും കിട്ടുമോ എന്ന് ചോദിച്ചു. വന്നപ്പോഴേ രാജേഷ് ചോദിക്കുന്നത്, മേയർ ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല എന്ന് പറയുന്നു. അവർക്ക് കോർപ്പറേഷൻ പരിധിയിലുള്ളവരല്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ കുട്ടിക്ക് ബാഗ്, പുസ്തകങ്ങൾ, കുടകളൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു, ക്യാൻറ്റീനിൽ പോയി ഇവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തി ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞയക്കണം എന്ന് പറയുന്നു. നോക്കൂ, കേരളത്തിൽ ഇങ്ങനെ ജനകീയനായിരിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അല്ല, സോഷ്യൽ മീഡിയ തുറന്നാൽ മുഖ്യമന്ത്രിയെ പോലും കാണാനില്ല, രാജേഷ് 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 എന്നാണ് കാണുന്നത്. ഇത്രമേൽ ജനകീയനായ, ഇത്രമേൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഇത്രമേൽ പോപ്പുലറായ ഒരു രാഷ്ട്രീയ ബിംബമായി VV രാജേഷ് മാറിയിരിക്കുന്നു. ഇതൊരു അത്ഭുതമല്ലേ? രാജേഷ്, നിങ്ങളെ തിരിച്ചറിയാൻ, നിങ്ങളെ അനുഭവിക്കാൻ കേരളം ഒരുപാട് വൈകിപ്പോയി. പക്ഷെ കൃത്യസമയത്ത് കിട്ടി എന്ന് കരുതാം.
ഇതാണ് അതിൻ്റെ ശരിയായ സമയം. വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് താങ്കൾ നടത്തുന്നത്. വലിയ തോതിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ നയങ്ങളാണ് നിങ്ങൾ നടപ്പാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിൻ്റെ മേയറാണ് നിങ്ങളെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയർ നിങ്ങളെ കാണാൻ വന്നു. എനിക്ക് സന്തോഷമുണ്ടായി. കാരണം കേരളത്തിൽ മേയർമാർ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, കൊച്ചിയിലുണ്ട്, കൊല്ലത്തുണ്ട്. പക്ഷേ ഈ മേയർമാരുടെ പേര് പോലും ആർക്കും അറിയില്ല. ആളുകൾക്കറിയാവുന്നത് മേയർ എന്ന് പറഞ്ഞാൽ അത് വി രാജേഷാണ് എന്ന തരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ആളായി വി രാജേഷ് മാറിയിരിക്കുന്നു. നിങ്ങളെ സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ബി ജെ പിക്കാർ പറയാറുള്ളത് പോലെ എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും വീട്ടിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര സമിതി ആഫീസിൽ രഹസ്യമായ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് കൊളുത്തുന്നുണ്ട്, അത് രാഹുൽ ഗാന്ധിയുടെ ആണ് എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ രാജേഷ് ഒരു വിളക്ക് വെച്ച് പൂജിക്കേണ്ടത് AKG സെന്ററിന്റെ പടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ശബരിനാഥൻ എന്ന് പറയുന്ന ആളുടെ പേര്, ശബരിനാഥന് ഇക്കാലം അത്രയും മാന്യമായ ഒരു പരിവേഷം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് വേറെ ചില നാഥൻ എന്നൊക്കെയുള്ള പേരൊക്കെ വന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു തോന്യാസങ്ങളാണ്. ജി കാർത്തികേയൻ എന്ന് പറയുന്ന ഒരാളുടെ മകൻ ആ കോർപ്പറേഷൻ ഹാളിൽ കാണിച്ചു കൂട്ടിയത്. ഒന്നുമില്ലെങ്കിലും ഒരു IAS കാര്യമല്ലേ നിങ്ങളുടെ ഭാര്യ, അതുപോലും നിങ്ങൾ ഓർത്തില്ലല്ലോ. അവരുടെ അഭിമാനമെങ്കിലും നോക്കണ്ടേ? എത്ര കോമാളിത്തരങ്ങളാണ് ആ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് കിടന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചത്. ഒരു കൗൺസിലറുടെ കഴുത്ത് നിങ്ങളുടെ കൈ കൊണ്ട് ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നു. അവരുടെ കൊരവള്ളിക്ക് പിടിച്ചു എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ കൈക്കിടയിലാണ് ഞെരിഞ്ഞിട്ടാണ് അവരുടെ കഴുത്തിന് പരിക്ക് പറ്റിയതെന്ന്. ഏതായാലും വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് കോർപ്പറേഷന്റെ മേയറായി ഏതാണ്ട് 6-7 മാസം കഴിയുമ്പോഴേക്കും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ കരിയർ രാജേഷ് ഉണ്ടായിരിക്കുന്നു. വി രാജേഷ് BJPയുടെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായി മാറുകയാണ്. ഇനി പിടിച്ച രാജേഷിനെ കിട്ടില്ല. കേരളത്തിൽ ഇത്രത്തോളം പോപ്പുലറായ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരാളില്ല എന്ന തരത്തിലേക്ക് രാജേഷ് വളർന്നിരിക്കുന്നു. രാജേഷ്, ഇത് നിങ്ങളെ കൂടുതൽ ചെറുതാക്കുമെന്ന് എനിക്കറിയാം, നിങ്ങളെ കൂടുതൽ വിനയമുള്ളവരാക്കുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാകാൻ കഴിയുള്ളൂ. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ അഹങ്കാരിയായിട്ട് മാറും. പക്ഷെ രാജേഷിന്റെ ഓരോ ദിവസത്തെ വർത്തമാനവും ഓരോ ദിവസത്തെ ഇടപെടലും രാജേഷ് എന്ന് പറയുന്ന BJPക്കാരൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതാണ്. ജനങ്ങൾ നിങ്ങളെ സർവാത്മന സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഈ ജനങ്ങളുടെ ഈ പ്രതീക്ഷ നിങ്ങൾ നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ BJPക്ക് വലിയൊരു ഭാവിയുണ്ട്. കാരണം കേരളമല്ല, ഇന്ത്യ മുഴുവൻ നിങ്ങളെ കാത്തു നോക്കുന്നു, നിങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു, നിങ്ങളെ ഉറ്റുനോക്കുന്നു. നിങ്ങളിലൂടെ കേരളത്തിലെ BJPക്ക് ഒരു വലിയ മാറ്റമുണ്ടാവും. കേരളത്തിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു USP, സെല്ലിംഗ് പോയിന്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ മേയർ എന്ന നിലയിൽ ഏറ്റവും അർഹനായ വ്യക്തിയെ, ചില വിവാദമൊക്കെ ഉണ്ടായല്ലോ രാജേഷിനെ മേയറാക്കിയതിൻ്റെ പേരിൽ, അന്ന് വിവാദമുണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ദൈവമേ, ഞങ്ങൾ പറഞ്ഞത് കേട്ട് രാജേഷിനെ മേയറാക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാനും ആലോചിക്കാറുണ്ട്. രാജേഷ് അല്ല, വേറെ ആരെങ്കിലുമാണ് തിരുവനന്തപുരത്ത് മേയറായിരുന്നതെങ്കിൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു. ഒരു സംശയവും എനിക്കില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് വളരെ കൃത്യമായി സന്നിവേശിച്ചിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട വി രാജേഷ്. രാജേഷ്, നിങ്ങൾ വലിയ പ്രതീക്ഷയാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ്. കേരളം നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളായി പ്രിയപ്പെട്ട രാജേഷ് മാറിയതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.